ബബ്ബബ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട്. അല്ലു അർജുൻ അറ്റ്ലി ചിത്രത്തിന്റെ പമ്പൻ അപ്ഡേറ്റ്. ദുൽഖർ ചിത്രം ഐ ആം ഗെയിമിൽ സർപ്രൈസായി പുതിയൊരു താരം അഭിനയിക്കുന്നു. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ദീപ് പ്രദീപിനെ നായകനാക്കി കിഷ്കിന്ധാഘാട്ടം എന്ന സിനിമയ്ക്ക് ശേഷം ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണല്ലോ എക്കോ. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ എക്കോയുടെ OTT റിലീസ് അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. ഇന്നിപ്പോൾ എക്കോയുടെ ഒഫീഷ്യൽ OTT റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുമുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വരുന്ന ക്രിസ്മസ് സ്പെഷ്യലായി എക്കോ നെറ്റ്ഫ്ലിക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ആലപ്പുഴ ജിംഖാന എന്ന സിനിമയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരുന്നു. മമ്മൂക്കയും നസ്ലിനും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിലാവും തയ്യാറാവുക. 2026 രണ്ടാം പകുതിയിൽ ചിത്രീകരണം ആരംഭിക്കുമെന്ന് പറയപ്പെടുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് മാർക്കോ കാട്ടാളം പോലുള്ള സിനിമകൾ നിർമ്മിച്ച ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന് വേണ്ടി ഷെരീഫ് മുഹമ്മദ് ആണ്. ലാലേട്ടനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്ത ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ തെലുങ്കു സിനിമയാണല്ലോ ഋഷഭ. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. അധികം പ്രതീക്ഷകൾ ഒന്നും തന്നെ ഇല്ലാതെ കണ്ടതുകൊണ്ടാവണം ട്രെയിലർ മികച്ചതാണെന്ന അനുഭവമാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. മേ ബി ചിലപ്പോൾ ഒരു സർപ്രൈസ് ഹിറ്റായി ഋഷഭ മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതിനിടയിൽ ചിത്രത്തിന്റെ സെൻസർ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭ്യമായ ഋഷഭയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 7 മിനിറ്റും. ഈ വരുന്ന ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ ഋഷഭ മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക. STRനെ നായകനാക്കി വെട്രിമാരൻ സംവിധാനം ചെയ്തു വരുന്ന ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് അരസൻ. നിലവിൽ മധുരയിൽ വെച്ച് ചിത്രീകരണം നടന്നു വരുന്ന അരസനിൽ ചിമ്പു ഒരു കബഡി പ്ലെയർ ആയിട്ടാവും എത്തുകയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മധുരയിൽ നിന്നും ചെന്നൈയിലേക്ക് ഒരു കബഡി ടൂർണമെന്റിനായി ചിമ്പുവും സംഘവും പോകുന്നതും അവിടെ വെച്ച് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയമെന്നും പറയപ്പെടുന്നു. മാത്രമല്ല വടച്ചെന്നൈ യൂണിവേഴ്സിൽ നടക്കുന്ന കഥയായതിനാൽ വടച്ചെന്നൈയിൽ ഉണ്ടായിരുന്ന ആൻഡ്രിയ, സമുദ്രക്കനി, അമീർ തുടങ്ങിയവരും അരസന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വരുന്ന 2026 പകുതിയോടുകൂടി അരസൻ തിയേറ്ററുകളിലേക്ക് എത്തും. പ്രഭാസിനെ നായകനാക്കി നാഗശ്വിൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന കൽക്കി 2 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന 2026 മാർച്ച് മാസത്തിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കും. പ്രധാനമായും 2024 പുറത്തു വന്ന കൽക്കിയുടെ ആദ്യ ഭാഗത്തിന്റെ പ്രീക്വൽ സീനുകളുടെ ചിത്രീകരണമാണ് മാർച്ച് മാസത്തിൽ ആരംഭിക്കുക. അതിനാൽ തന്നെ ദുൽഖറും, ദിഷ പട്ടാനിയും പ്രഭാസും ഈ ചിത്രീകരണത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 200 ദിവസത്തോളം ചിത്രീകരണം വേണ്ടിവരുമെന്ന് പറയപ്പെടുന്ന കൽക്കി 2 2028 റിലീസിനെത്തുക. സൂര്യയെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ സൂര്യ 47. നിലവിൽ കൊച്ചിയിൽ വെച്ച് ചിത്രീകരണം നടന്നു വരുന്ന സൂര്യ 47ന്റെ ഷൂട്ടിംഗ് വർക്കുകൾ നടത്തുന്നത് അരി അലക്സ 250 ക്യാമറയിലാണെന്നുള്ള വിവരം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മൂവി ടീം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഹോളിവുഡിലെ ജോൺ വിക്ക്, ദ പ്രേ, മിഷൻ ഇമ്പോസിബിൾ പോലുള്ള സിനിമകളിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ക്യാമറയിൽ ആദ്യമായി ചിത്രീകരിക്കുന്ന ഇന്ത്യൻ സിനിമ കൂടിയാണ് സൂര്യ 47. ജെയിംസ് കാമറൂണിന്റെ സംവിധാനത്തിൽ നാളെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഹോളിവുഡ് ഫാന്റസി സയൻസ് ഫിക്ഷൻ സിനിമയാണല്ലോ അവതാർ 3 ഫയർ ആൻഡ് ആഷ്. ഇന്നിപ്പോൾ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ റിവ്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. അവതാറിന്റെ മുൻ ചിത്രങ്ങൾ പോലെ മികച്ച അഭിപ്രായങ്ങളല്ല സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പകരം 3 മണിക്കൂർ നീളുന്ന അസംബന്ധം എന്നാണ് BBC പോലുള്ള മാധ്യമങ്ങൾ അവതാർ 3യുടെ റിവ്യൂ ആയി പങ്കുവച്ചിട്ടുള്ളത്. പരമ്പരയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും ഏറ്റവും മോശവുമായ സിനിമയാണ് അവതാർ 3 എന്നാണ് പല പ്രമുഖ സോഷ്യൽ മീഡിയ പേജുകളും അവതാർ 3യെ പറ്റി പറഞ്ഞിട്ടുള്ളതും. ഇതിനിടയിൽ നെഗറ്റീവ് റിവ്യൂസ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയായി മാറുന്ന സാഹചര്യത്തിൽ അവതാർ 3യുടെ HD പ്രിന്റ് തമിഴ് റോക്കേഴ്സിന്റെ സൈറ്റ് വഴി ലീക്ക് ആക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ റിലീസിന് ഒരു ദിവസം ബാക്കി നിൽക്കെ വലിയൊരു തിരിച്ചടിയാണ് അവതാർ 3ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ ആദ്യ 14 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 14 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 34 കോടി രൂപയോളം സ്വന്തമാക്കിയ കളങ്കാവലിന്റെ 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 80 കോടി രൂപയിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. നിലവിൽ ഇപ്പോൾ ചിത്രം ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മമ്മൂക്കയുടെ ഒരു സിനിമ ഇന്ന് OTT റിലീസ് ചെയ്യുന്നുണ്ട്. മമ്മൂക്ക, ഗോകുൽ സുരേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗൗതം വാസുദേവമേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രം ഇന്ന് രാത്രി 12 മണി മുതൽ C5 OTT സ്ട്രീമിംഗ് ആരംഭിക്കും. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അർഹിച്ച വിജയം നേടാനാകാത്ത നല്ലൊരു സിനിമ തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ എന്റർടൈൻമെന്റ് സിനിമയാണല്ലോ ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപിക്കൊപ്പം ഇന്ദ്രജിത്ത്, കബീർ ദുഹാൻ സിംഗ്, വിജയരാഘവൻ, ദിവ്യ പിള്ള, രഞ്ജി പണിക്കർ തുടങ്ങി വമ്പൻ താരനിര ഒന്നിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഇന്ദ്രജിത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ദ്രജിത്തിന് തന്നെ ഒരു ക്യാരക്ടർ പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിരുന്നു. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന ഒറ്റക്കൊമ്പൻ അടുത്ത വർഷമാകും റിലീസിനെത്തുക.
സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ജയിലർ 2 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ നിലവിൽ ചെന്നൈയിൽ വെച്ച് നടന്നു വരികയാണ്. നിലവിൽ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ഒരു ഐറ്റം സോങ്ങിന്റെ ഷൂട്ടാണ് നടക്കുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓൾറെഡി ജയിലറിന്റെ ആദ്യ ഭാഗത്തിൽ കാവാലയ്യ എന്ന് തുടങ്ങുന്ന തമന്നയുടെ ഐറ്റം സോങ് ഉണ്ടാക്കിയ ഒരു ഓളം രണ്ടാം ഭാഗത്തിലും ആവർത്തിക്കുമോ എന്ന് സിനിമ വരുമ്പോൾ കണ്ടു മനസ്സിലാക്കാം. ഏകദേശം ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തിയായി വരുന്ന ജയിലർ 2 ഈ ഡിസംബർ മാസം അവസാന വാരത്തോടുകൂടി പായ്ക്കപ്പാകും. വരുന്ന ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് ജയിലർ 2 തിയേറ്ററുകളിലേക്ക് എത്തുക. ജനപ്രിയ നായകൻ ദിലീപ് നായകനായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഭയം ഭക്തി ബഹുമാനം അഥവാ ബബ്ബബ്ബ എന്ന സിനിമയുടെ ആദ്യ ദിനത്തിലെ കേരള വേൾഡ് വൈഡ് ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം റിലീസിനെത്തിയത് മുതൽ 10,000-ലധികം ടിക്കറ്റുകൾ മണിക്കൂറുകളിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ബബ്ബബ്ബ എന്ന ഈ ചിത്രത്തിന് ആദ്യ ദിനം കേരളത്തിൽ നിന്നും മാത്രം 7 കോടി രൂപയോളവും വേൾഡ് വൈഡ് ഗ്രോസായി 14 കോടിക്ക് മുകളിൽ ഒരു കളക്ഷനുമാണ് നേടാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഇതിന് മുകളിൽ ഒരു കളക്ഷൻ ഈ സിനിമയ്ക്ക് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ഓവർസീസ് രാജ്യങ്ങളിലെ ആദ്യ ഷോ ആരംഭിച്ചത് തന്നെ 1 മണിക്ക് ശേഷമാണ്. അതിനാലാണ് വേൾഡ് വൈഡ് കളക്ഷനിൽ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു മുന്നേറ്റം ലഭിക്കാത്തത്. എന്തായാലും നാളെ വരാനിരിക്കുന്ന ബബ്ബബ്ബയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് എത്രയും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ബോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ബോക്സ് ഓഫീസിൽ ഞെട്ടിക്കുന്ന വിജയവും കളക്ഷനും സ്വന്തമാക്കിയ ദുരന്തർ എന്ന ചിത്രത്തിന്റെ ആദ്യ 12 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 12 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 3 കോടി 10 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ ദുരന്തറിന്റെ ടോട്ടൽ ഇന്ത്യ ഗ്രോസ് 510 കോടി 12 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷൻ 140 കോടി 38 ലക്ഷം രൂപയുമാണ്. ചിത്രത്തിന്റെ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 650 കോടി എന്ന മികച്ചൊരു കളക്ഷനിലേക്കും ദുരന്തറിന് എത്തപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വീക്കെൻഡിലും ദുരന്തർ എന്ന ഈ ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. മലൈക്കോട്ട വാലിബൻ എന്ന സിനിമയ്ക്ക് ശേഷം ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്യാനിരിക്കുന്ന അടുത്ത ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇന്നലെ ഇന്ദ്രജിത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് നൽകിയ ബർത്ത്ഡേ വിഷിൽ ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെയാണ് തന്റെ അടുത്ത ചിത്രത്തിൽ ഇന്ദ്രജിത്ത് ആവും നായകനായിട്ട് എത്തുകയെന്ന് സൂചന നൽകിയിരിക്കുന്നത്. കാത്തിരിക്കാം ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ സിനിമയിൽ നിന്നും സെക്കൻഡ് സിംഗിൾ സോങ് ഇന്ന് പുറത്തു വന്നിരുന്നു. ഒരു പേരെ വെർലാറ് എന്ന് തുടങ്ങുന്ന ഈ ഗാനം എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് സമ്മാനിച്ചത്. അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ വിശാൽ മിത്ര, വിജയ്, അനിരുദ്ധ് തുടങ്ങിയവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്തു വരുന്ന AA22 എന്ന ചിത്രം 2 ഭാഗങ്ങളായിട്ടാകും വരികയെന്ന് മൂവി ടീം തന്നെ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. ആദ്യം ഈ ചിത്രം ഒരു ഭാഗമായിട്ട് ഇറക്കാനുള്ള തീരുമാനത്തിലായിരുന്നു മൂവി ടീം. എന്നാൽ നിലവിൽ ചിത്രീകരണ വേളയിൽ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് നൽകണമെങ്കിൽ ഒരു പാർട്ട് കൊണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയതിനാലാണ് 2 ഭാഗങ്ങളായി സിനിമ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 800 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന AA22 നിർമ്മിക്കുന്നത് സൺ പിക്ചേഴ്സിന് വേണ്ടി കലാനിധിമാരനാണ്. മാത്രമല്ല ചിത്രത്തിന്റെ ആദ്യ ഭാഗം 2026 ദീപാവലി ദിനത്തിൽ പുറത്തു വരുമെന്നും ചില റൂമറുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടനും നിവിൻ പോളിയും ഒന്നിക്കുന്ന പുതിയൊരു സിനിമയുടെ ചർച്ചകൾ നടന്നു വരുന്നെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനായിരിക്കും ഈ സിനിമ നിർമ്മിക്കുക എന്നാണ്. ലാലേട്ടന്റെയും നിവിൻ പോളിയുടെയും അടുത്ത വർഷത്തെ പ്രധാന പ്രോജക്റ്റുകളിൽ ഒന്നായി വരാനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തു വരുന്ന ഒരു പാൻ ഇന്ത്യൻ സ്പോർട്സ് ആക്ഷൻ മൂവിയാണ് ഐ ആം ഗെയിം. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, മിഷ്കിൻ, കതിർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഐ ആം ഗെയിമിന്റെ ചിത്രീകരണത്തിൽ കയാദു ലോഹറും ജോയിൻ ചെയ്തതായി മൂവി ടീം തന്നെ ഒഫീഷ്യലായി ഒരു പോസ്റ്ററിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ചിത്രത്തിൽ നിന്നും സംയുക്ത വിശ്വനാഥിനെ മാറ്റിയിട്ടാണ് കയാദു ലോഹറിനെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന രീതിയിലും ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. നിലവിൽ കേരളത്തിലെ ചിത്രീകരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഐ ആം ഗെയിമിന് ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലും ഷൂട്ട് ഉണ്ടാവും. വരുന്ന 2026 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഓണം റിലീസായിട്ടാകും ഐ ആം ഗെയിം തിയേറ്ററുകളിലേക്ക് എത്തുക.